ന്യൂസ് 16 കേരള. അൽഷാന്തി അഭയാർത്ഥി ക്യാമ്പിലും തൂഫയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 42 പേർ മരണപ്പെട്ടു. ഷാദിയിൽ 24 പേരും തൂഫയിൽ 18 പേരുമാണ് മരിച്ചത്. ഇതോടെ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 101 ആയി. 169 പേർക്ക് പരിക്കേറ്റു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണിത്. ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണമാണ് സൈന്യം നടത്തിയത്. കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകർക്കും ആംബുലൻസുകാർക്കും പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഗസയുടെ വടക്കൻ ഭാഗം നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രായേൽ സൈന്യം പ്രദേശങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തുകയാണ്. ഗസ തുറമുഖത്ത് സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 മീൻപിടുത്തക്കാർക്ക് പരിക്കേറ്റു. ഖാൻ യൂണിസിന് കീഴിലുള്ള അബാസൻ പട്ടണത്തിൽ പീരങ്കി ആക്രമണമുണ്ടായി. അതിനിടെ ജനലിൽ പരിക്കേറ്റ ഫലസ്തീൻ യുവാവിനെ സൈന്യത്തിന്റെ കവചിത വാഹനത്തിൽ കെട്ടിട്ട് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. യുവാവിനെ മനുഷ്യകവചമായി സൈന്യം ഉപയോഗിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. രാമല്ലയിൽ ഇസ്രായേൽ വെടിവെപ്പിൽ ഗുരുതര പരിക്കേറ്റ ബാലൻ മരിച്ചു. അമാരി അഭയാർത്ഥി ക്യാമ്പിലെ പരിശോധനയ്ക്കിടെയാണ് കുട്ടിക്ക് പരിക്കേറ്റത്. ഒരാഴ്ചക്കിടെ പട്ടിണി മൂലം മരിച്ച കുട്ടികളുടെ എണ്ണം 4 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പൗരനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാൽക്കിയ ടൗണിലാണ് സംഭവം. നേരത്തെ 2 ഫലസ്തീനികളെ ഇവിടെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ലബനാനിൽ പടിഞ്ഞാറൻ ബക്ക ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലബനാനീസ് പൗരൻ മരിച്ചു. ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനും ആയുധങ്ങൾ നൽകുന്ന ഐമാൻ ഖത്തഹ്മിനിയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35,551 ആയി. 85,911 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.